ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ. നമ്മൾ കുറേ നാളായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു നിർത്തി ഞാൻ ഇങ്ങനെ ഒരു മീഡിയ ഒക്കെ മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിന്നതാണ്. വിചാരിച്ച് വേണ്ട, നമുക്ക് പറയാം. എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. അപ്പം അതിൽ തന്നെ എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം, ഒന്നും അറിയത്തില്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ. പിന്നെ വരുന്ന ചോദ്യങ്ങൾ, വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ പറയാൻ ടൈം കിട്ടിയേ, ഇതിന് മുന്നേ ഒന്നും സമയമില്ലായിരുന്നു, അങ്ങനത്തെ കുറേ ടോക്കൊക്കെ വരാം. ഇത് മൊത്തം കേട്ട് കഴിയുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ കുറേ ടോക്കൊക്കെ വരാം. എന്താണേലും ഞാൻ ഭയങ്കരമായിട്ടൊരു ഇൻട്രോവേർട്ടാണ് സത്യം പറഞ്ഞു. എനിക്കൊരു ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ അറിയത്തില്ല വലുതായിട്ട്. അതൊക്കെ ഓരോരോ ഒരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ഇതായി പോയതാണ്. പക്ഷെ എങ്കിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഇതാക്കി തരാം, എൻ്റെ ലൈഫ് സ്റ്റോറി. അപ്പം നമുക്ക് തുടങ്ങാം. ലൈഫ് സ്റ്റോറി എൻ്റെ, അതായത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ട എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താണെന്ന് വെച്ചാൽ അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അവരുടെ രണ്ടുപേരുടെയും ഭയങ്കര ഫൈറ്റ് നേസിട്ടോട്ടെ, അവരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അതാണ് ഈ കുഞ്ഞിലോട്ടെ കണ്ടിട്ടുള്ളത്. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെ പോകാനായിട്ട് നിൽക്കുന്നു. ഞാൻ ഭയങ്കര കരച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ അപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക്. ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കണ്ട. ആ സ്കൂട്ടർ എടുത്തോണ്ടാ പോകുന്നത്. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ടെങ്ങാണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല, അച്ഛൻ്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ. കൂടുതലും ആ ടൈമിൽ ഇവർ രണ്ടുപേരുടെ അടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള. കുഞ്ഞിലോട്ടേ കാണുന്നത് ഈ സംഭവം അടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ. പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പമൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്ന ഇതായിട്ട്. അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ടല്ലോ ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുതിക്കൂട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. പറയണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ, കുറെ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്തോ ഇങ്ങനെ പറഞ്ഞു തരണം, എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ എല്ലാ കാര്യം. അതെങ്ങനെ പുറത്തോട്ട് പറയണമെന്ന് എനിക്കറിയത്തില്ല. യു ക്യാൻ കിച്ചു, കമോൺ. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ. അവിടെ അടി, ഭയങ്കരമായിട്ടുള്ള അടി, ഭയങ്കര സീൻ. അപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതുണ്ട്, മനസ്സിലാവുന്ന ഒരു സമയമാണ് ടൈമൊക്കെ. ഭയങ്കരമായിട്ട് അടി. പിന്നെ അവർക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിക്കകത്ത് അവർക്ക് അച്ഛനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവരുടെ സെക്കൻഡ് മാരേജും ആയിരുന്നത്. അവർക്കതിൽ ഫസ്റ്റ് 2 പിള്ളേരും ഉണ്ട് അവർക്ക്. അതൊക്കെ ഞാൻ അറിയുന്നത് കുറെ കഴിഞ്ഞിട്ടാട്ടാ. എൻ്റെ അടുത്ത് അത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടർ എടുത്ത് സ്കൂട്ടർ എടുത്തപ്പം അതിനകത്തൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ട്.
അപ്പോഴാണ് ഇങ്ങനെ ഞാൻ അറിയുന്നത്, എനിക്ക് അറിയാവുന്നത് ആ സംഭവം. 2 പിള്ളേർ എന്നെ ഒരുമാതിരി ഇങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അച്ഛനെ കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ വൈകിട്ടും എല്ലാം കാണാം. എന്നോട് എന്തോ ഒരു ഇതായിരുന്നു, പ്രശ്നമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്തോ രാത്രി അച്ഛൻ വീട്ടിൽ വന്നു. പിന്നെ അച്ഛനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് അങ്ങനെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ട് നിൽക്കുന്നു. പിന്നെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മകളുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞുതരാം. ഓർമ്മയുണ്ട്, സംഭവം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എനിക്കത് എങ്ങനെ ഒരു പുറത്തോട്ട് പറയണം അതെനിക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം. അതാണൊരു പ്രശ്നം. ഇപ്പോഴത്തേക്കാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറയും, പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനും ഇങ്ങനെ കാര്യങ്ങൾ പറയാനും ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സൈലൻ്റാ. പാട്ടൊക്കെ കേട്ട് വേടൻ്റെ പാട്ടിൽ ഓരോ വരികളും എൻ്റെ എന്താ പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിളോ എൻ്റെ ലൈഫായിട്ട്. അടുത്ത സ്റ്റോറി. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമിൽ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്നു. കുറേ നാൾ എറണാകുളത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വീഡിയോ കോളിൽ ഇപ്പം കാണുന്ന അമ്മയില്ലേ, രേണുസുതി, രേണുസുതി ആദ്യം അമ്മേനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കരമായിട്ട് കമ്പനിയായി അമ്മയായിട്ട്. സൂപ്പറായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുമായിരുന്നു. ആദ്യം ഞാൻ കാണാൻ വന്ന് ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് കമ്പനിയായി. മനസ്സിലായി, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയായി. ഇങ്ങനെ ഒരു ഇതില്ല, ഇങ്ങനെ കമ്പനിയായി. പിന്നെ അച്ഛനും ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വെച്ച് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കട്ടെ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അച്ഛന് ഇഷ്ടമാണോ? ഞാൻ ഇങ്ങനെ വെച്ചാൽ അച്ഛന് ഇഷ്ടമാണോ നമുക്ക് ആ രീതിയിൽ പറഞ്ഞ്. അപ്പം അങ്ങനെ കൊല്ലത്തെ വീട്ടിലൊക്കെ വന്ന് ഇവിടെ സംസാരിച്ച്, വല്യമ്മയൊക്കെ ആയിട്ട് സംസാരിച്ച്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഇത് കിടന്നിട്ടുണ്ട്. വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളെല്ലാം ആയി. ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസയൊക്കെ കൊടുത്ത് ഡിവോഴ്സായി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് കേട്ടോ ഇപ്പോഴത്തെ. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് എല്ലാം റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു വഴക്കായി. ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം അല്ലേ. കോട്ടയത്ത് ചെല്ലുന്നു. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ അച്ചാമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പെടത്തില്ല. അപ്പം അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതിയിൽ കളിക്കാനൊന്നും പോകത്തില്ല. എന്താ ചേച്ചി, പാറു, ഞാൻ അങ്ങനെയുള്ളൊരു സെറ്റിൽ നിന്ന് കളിക്കത്തുള്ളൂ. അപ്പം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് കളിക്കണം. പക്ഷെ വഴക്ക് കിട്ടും, എങ്കിലും അറിയാതെ ഒളിച്ചൊക്കെ പോയിട്ട് വരും. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ അവിടുത്തെ ഒരു ഇതിൽ ഭയങ്കര ഒരു ഫ്രീഡം. ഞാൻ അച്ഛനെ എപ്പോഴും കാണുന്നു, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് വന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് പോവാ എന്തൊക്കെയോ ഇതാവുന്നു. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം. എന്തോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഞാൻ ഒരു കമ്പ്യൂട്ടറൊക്കെ എടുത്ത് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച് എൻ്റെ ലൈഫ് മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവാൻ തന്നൊരു കാരണം അതുമല്ല, അതും വേറെയാ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കണക്ഷൻ ഇല്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ വരും, എനിക്ക് ഫുഡ് തരും, പോവും. ഇടയ്ക്ക് ഋതപ്പം വല്ലതും റൂമിൽ വന്നിരിക്കും. ഋതപ്പനെ ഞാൻ പിടിച്ച് മടിയിരുത്തി കീബോർഡിലൊക്കെ ഋതപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരുടെ അടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു ഇതായി അപ്പം മുതൽ. പിന്നെ കൊറോണ വന്നിട്ട്
ഋതപ്പനുണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ. കൊറോണ വന്ന് അതിനിടയ്ക്ക് അച്ഛൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വെബ് സീരീസൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച്. ആ സമയം ലോക്ക്ഡൗൺ ആയി, ആൾക്കാർ അവിടെയും പെട്ടുപോയി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇതൊക്കെ ചിലവൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കുറെ കടമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ നോക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ നോക്കി. ഈ നോക്കുന്നതിനിടയ്ക്ക് ഈ മൊത്തം എന്ന് പറഞ്ഞാൽ ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അമ്മയുടെ ചേച്ചി, അളിയൻ, അതായത് രമ്യ ചേച്ചി, അളിയൻ, അവളുടെ 2 മക്കള്, പപ്പ, അമ്മ, ഇവരുടെ ഇത്രയും പേരുടെ ചിലവ് അച്ഛൻ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അത് ആ ടൈമിൽ ഇങ്ങനെ അച്ഛനാണെങ്കിൽ അച്ഛന് എൻ്റെ ഒരു മെയിൻ സ്വഭാവം നോ പറയാൻ അറിയത്തില്ല ആരുടെ മുന്നിൽ. അത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങളുടെ ഒരു കൊള്ളാത്ത സ്വഭാവം അതായിരുന്നു, നോ പറയാൻ അറിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വിഷമമാവുമോ, ഒരു സംഭവമാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഞാൻ ഇപ്പം ഞാനൊന്നും ഓരോ കാര്യം പറയാത്തതും. ബാക്കി പറയാം. അങ്ങനെയാണെന്ന് ഞാൻ റൂമിനകത്ത് മൊത്തം ഒരു 3 വർഷം അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ നിർത്താം, കമ്പ്യൂട്ടർ പരിപാടിയെല്ലാം നിർത്താമെന്ന്, പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഞാൻ കമ്പ്യൂട്ടറൊക്കെ വിറ്റ് ഒരു വണ്ടി എടുത്ത്. ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തിട്ട് അപ്പം ഈ 10ൽ കൂടെ പഠിച്ച കുറച്ച് ഒരു കൂട്ടുകാരുണ്ട്, അവനായിട്ടാ കമ്പനി ഒരുത്തനുള്ള കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ പോകും ഞാൻ ഡെയിലി. പിന്നെ അങ്ങോട്ട് പോകാൻ തുടങ്ങി, കൂട്ടുകാരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പോഴും അച്ഛൻ്റെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം എന്താന്ന് വെച്ചാൽ ഒരു പൈസ മാത്രമാണ് ഇങ്ങനെ കിട്ടുന്നൊരു സ്നേഹം എന്താന്ന് വെച്ചാൽ. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ എന്തെങ്കിലും കടം വാങ്ങി. ഇതൊക്കെ പറയണോന്ന് എനിക്ക് കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാം. എനിക്ക് എങ്ങനെ പറയണോന്ന് അറിയത്തില്ല ഇതൊക്കെ. കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണോന്ന് അറിയത്തില്ല. അതൊക്കെ കൊണ്ട് എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തരിങ്ങനെ കൂടെ ഇരുത്തുന്ന അവനാകുമ്പം അവന് നല്ലപോലെ അറിയാം ഞാൻ എന്തായിരിക്കും അടുത്ത പറയാൻ വരുന്ന, എന്താ എൻ്റെ മനസ്സിൽ. അതാ എൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ, എൻ്റെ കൊല്ലത്തുള്ള കേട്ടോ, കൊല്ലത്തുള്ള കൂട്ടുകാർക്ക് എല്ലാം അങ്ങനെ. ഞാൻ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടന്നിട്ടുണ്ട്, എല്ലാം അമ്മമാർക്ക് അറിയാം. അതാണ് ഞാൻ അത്ര ധൈര്യത്തോടെ അമ്മമാരെ ഒരു വീഡിയോ ചെയ്യാനാണേലും എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണേലും അമ്മമാരെ ഇരുത്തുന്നത്. എന്നെ കാട്ടി നല്ലല്ലോ അമ്മമാർ സംസാരിക്കും. അതാണൊരു പ്രശ്നം, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ലൈഫ്. അങ്ങനെ കൂട്ടുകാരത്ത് മാത്രം ഒരു കണക്ഷൻ ഇല്ല വീട്ടുകാർ, ഇങ്ങനെ പുറത്ത് പോകുന്നു കൂട്ടുകാർ, അങ്ങനെ നടക്കുന്നു. മൊത്തത്തിൽ ഒരു റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു, ആരും ഇല്ല. ഇങ്ങനെ ഗെയിമും കളിച്ചിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയി കുറച്ച് എന്താ പറയണ്ട, കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങി. കുറച്ച് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ. പിന്നെ അന്ന് വലിയ ഇതില്ലാതെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്ര അഡിക്റ്റഡ് ഒന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ പൊക്കോണ്ട് വെക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അച്ഛനും ഷൂട്ടിനാണേലും, ഞാനും അച്ഛനും സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് എപ്പോഴാന്ന് വെച്ചാൽ ഞാനും അച്ഛനും ഷൂട്ടിന് പോകുമ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും ഓരോ കാര്യങ്ങൾ. ആ കോട്ടയത്തെ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിക്കും. അപ്പോഴും ഒരു കാര്യം പറയാൻ വിട്ടു. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊന്ന് കൊല്ലത്ത് ചോദിച്ചായിരുന്നു, വിളിച്ച് ഞാൻ കൊല്ലത്ത് വന്ന് നിൽക്കട്ടെ. അപ്പം അവരങ്ങനെ സമ്മതിച്ചില്ല. അപ്പം അന്ന് തൊട്ട് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് സമ്മതിച്ചില്ല. അവിടെ തന്നെ നിന്ന് അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം ഒരു ദിവസം അച്ഛൻ, ഞാൻ ഷൂട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ. അപ്പം ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട,
അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു വട്ടായിപ്പോയിരുന്നു. അങ്ങനെ അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷമങ്ങളാണേലും എന്തെങ്കിലും പറയാനായിട്ടാണെങ്കിലും എനിക്ക് വിളിക്കാനായിട്ടും അച്ഛനെന്ന ഒരാളുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരാളെ വിളിക്കായിരുന്നു. അച്ഛൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് വിളിക്കായിരുന്നു. ആ ഒരു ധൈര്യം ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നാൽ രാത്രി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രാവിലെ ഒരു 4 മണിക്ക് ആകുമ്പോൾ വരും, നീ എന്നെ ഒന്ന് ചങ്ങനാശ്ശേരി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ 4 മണിയായപ്പം വിളിച്ച് ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വിചാരിച്ച് അച്ഛനെപ്പോഴും ഈ ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ട് ഈ ഉറങ്ങിപ്പോകുന്ന സ്വഭാവം ഉണ്ട്. അപ്പം പിന്നെ ഫോൺ എടുക്കത്തില്ല എന്നുള്ളൊരു ഇതായി. ഞാൻ കിടന്നുറങ്ങാം, രാവിലെ എന്തായാലും വരും. ഇപ്പം ഞാൻ കിടന്നുറങ്ങി. എന്നെ അമ്മ ഒന്നിങ്ങനെ തട്ടി എണീപ്പിച്ചിട്ട്, നീ അച്ഛൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കുക. ഞാനിപ്പം എണീക്കുന്ന നേരെ അച്ഛൻ്റെ ഫോണിലോട്ടൊക്കെ വിളിക്കുന്നു. ഫോണിലോട്ട് വിളിച്ചിട്ട് എടുക്കുന്നൊന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ പറയുന്നു. അപ്പോഴേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ആദ്യം അനൂപേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനൂപേട്ട അച്ഛന്. അനൂപേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത്. ആ ഫോൺ എടുത്ത് എറിഞ്ഞ്, എന്തോ അനൂപേട്ട പറയുന്ന, അങ്ങനെ അനൂപേട്ട ചോദിച്ചത് എന്തോ അനൂപേട്ട പറയുന്ന. അപ്പം ഒരു കാലിൻ്റെ എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെയോ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നു. പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പം ഇവർ നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നടുത്ത് ഇവർ അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക. എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന എൻ്റെ തുപ്പലിറക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട് ഇങ്ങനെ അകത്ത് ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു റൂം ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തുണി ഇങ്ങനെ മാറ്റി കാണിച്ചു. അപ്പം ഇതായി മനസ്സിലായി. എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. അങ്ങോട്ട് എന്തോ ഇതാവും, ഞാരുണ്ട്, എന്തിനും വിളിക്കും. അങ്ങനെ നിൽക്കാൻ നേരത്തെ അനൂപേട്ടൻ വന്നിട്ടുണ്ട്, അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിൻ്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു.
ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരും എൻ്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറേ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ വാങ്ങി വയ്ക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അനുപ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് എനിക്ക് കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ച് വന്ന്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ചെയ്യാം, എന്തോ അങ്ങോട്ട് ഒന്നും ഇതില്ലായിരുന്നു. ഇതൊക്കെ അനുപേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇതാക്കി. പിന്നെ ഒരു അങ്ങനെ ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ പറയുന്ന. പനുപേട്ടൻ ഒരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനാണ്, ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി. 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. അങ്ങനെ മൊത്തം ഒരു 89,000 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്ത് ഫ്ലവേഴ്സുകാർ. അത് അനൂപേട്ടൻ എല്ലാവരും കൂടെ ചെയ്ത് അതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്കായി ഞാൻ. ആ ടൈമിൽ ആദ്യമൊക്കെ അമ്മ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ആ ടൈമിൽ അച്ഛൻ വെച്ച ടൈമിൽ ഞാൻ വെച്ച് ഒരു സ്നേഹം ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്തോ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഇങ്ങനെ ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതും ഇല്ല. എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഡ്രഗ്സിനോട് ഭയങ്കരമായിട്ട് ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ആ ടൈമിൽ. എനിക്ക് എന്തോ ചെയ്യാൻ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പണ്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ടൈമിൽ കണ്ണടയ്ക്കാം. എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖമൊക്കെയായിരുന്നു. എങ്ങനെ ഞാൻ ഇത് എനിക്കാണെങ്കിൽ അവിടെ ഒട്ടും പറ്റുന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അന്ന് ഞാൻ +2 ഇതായിട്ട് പഠിക്കുക, ഓപ്പൺ കോഴ്സ് എടുത്ത്. +2 ഒക്കെ ആ ടൈമിൽ നിർത്തിയായിരുന്നു. എന്നിട്ട് ഞാൻ ഓപ്പൺ കോഴ്സ് എടുത്ത് വീണ്ടും +2 പഠിക്കും. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കാനോ എൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനോ, നീ എവിടാ കഴിച്ചാ, ഒന്നിനും എന്നെ ഒരു നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെ നടക്കുവാ ഞാൻ. പോകുന്നു, രാത്രി 3 മണിയൊക്കെ ആകുമ്പോൾ വരും. ഇങ്ങനെ തന്നെ എന്തോ ഒരിടത്ത് സംസാരിക്കണമെന്ന് ഇങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ അറിയത്തില്ല. ആ സമയത്ത് എല്ലാവരുടെ ലൈഫിൽ ഒരു ബാഡ് ടൈം ഉണ്ടോയെന്ന് അറിയത്തില്ലേ. പക്ഷെ ആ ബാഡ് ടൈം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ നിൽക്കാൻ നേരത്തെ എനിക്ക് അപ്പോഴും ഒന്ന് ഇടയ്ക്ക് ഞാൻ അച്ഛൻ്റെ എന്തോ ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്കും അവരെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നു. അവരുടെ ആ സ്നേഹം കണ്ടിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അവിടെ ആണെങ്കിൽ കുഞ്ഞിലോട്ട് അവിടെ അല്ലേ നിന്നിട്ടുള്ളതും. എനിക്കാണെങ്കിൽ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവരോട് ഞാൻ ഇവിടെ നിന്ന് പഠിച്ചോട്ടെ എന്ന് ചോദിക്കാൻ ഒരു പേടി. ആ സമയത്ത് എല്ലാത്തിനോടും ഒരു പേടി. എനിക്ക് എൻ്റെ ഒരു വിഷമോ കാര്യങ്ങൾ ആരും ഇല്ല എനിക്കൊന്നും പറയാനായിട്ട് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ സമയത്തൊരു പ്രശ്നം ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആ സമയത്ത് ഒരു ഇതൊക്കെ കിട്ടുന്നെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. നല്ല സ്വഭാവം അല്ല അതൊക്കെ. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് ഞാൻ ആ ടൈമിൽ എന്തൊരു ജോലി, ഈ റബ്ബറിന്റെ ഒരു ജോലിക്ക് ഞാനിങ്ങനെ പോയായിരുന്നു. ഒരു കൂട്ടാൻ്റെ വഴിയിൽ ഇങ്ങനെ അവിടെ വെച്ചിട്ട് വല്യമ്മ രാത്രി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വല്യമ്മ അതൊക്കെ കണ്ടിട്ട് കരച്ചിലൊക്കെ ആയി. അങ്ങനെ
വല്യമ്മ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കൊല്ലത്ത് വാ, നീ അവിടെ നിന്ന് ഇതാക്ക്, അങ്ങനത്തെ ഒരു ഇതായി. അങ്ങനെ ഞാൻ കൊല്ലത്ത് വന്നു. ഞാൻ അവിടെ ഞാൻ പറഞ്ഞ് എനിക്ക് കൊല്ലത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ അടുത്ത്. സംസാരിക്കാറേ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ച് ഫ്ലവേഴ്സിലെ മായിലായ ചേട്ടൻ വന്ന് ചോദിച്ച്, നിനക്കും ഋതപ്പൻ്റെ പേരിലും കൂടെ ഒരു വീട് വെച്ച് തരാം, നിനക്ക് എവിടെ വേണം വീടെന്ന് ചോദിച്ചു. ഞാൻ ആ ടൈമിൽ അവരുടെ ഒരു സ്നേഹമൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഋതപ്പൻ്റെ കാര്യം ഓർത്ത് എൻ്റെ മനസ്സിൽ ഇതായിരുന്നു പ്ലാൻ. ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാന്നുള്ള രീതിയിലെല്ലാം മാറി നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ല. അച്ഛനില്ലാതെ ഒട്ടും പറ്റത്തില്ല. ഒരു എന്താ പറയണ്ടേ, ഒന്നും ഇതാ എൻ്റെ ഒരു അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് സംഭവം. എനിക്കെങ്ങനെ പറയണം എന്നറിയത്തില്ല. ഞാൻ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പരിപാടിയെല്ലാം ഞാൻ നിർത്തി. മനസ്സിലായോ? കൊല്ലത്ത് നിന്ന് എനിക്കൊരു 3 കൂട്ടുകാരെ കിട്ടി. പണ്ടോട്ടുള്ള കൂട്ടുകാരാ. എൻ്റെ കുഞ്ഞിലോട്ട് ഞാൻ കൊല്ലത്ത് പഠിച്ചുകൊണ്ട് വന്നപ്പം ഉള്ള കമ്പനിയാണ്. അവരുടെ പേര് എനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാഫിസ്, സെയ്ദലി, ആഷിഖ്. എൻ്റെ ലൈഫ് മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അതിനകത്ത് കുഴിയിൽ താഴെ കിടക്കുമ്പം ഒരു കൈ തരത്തില്ലേ, അതിന് എന്തോ ഒരു വീണ്ടും ഒരു കുറെ ഇത് കിട്ടുന്നൊക്കെ പറയത്തില്ലേ, ആ കൈ ഇങ്ങനെ പൊക്കി തന്നിങ്ങനെ എന്നെ പൊക്കിയെടുത്താ ഒരു 3 പേര്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ ഒരു മിണ്ടാതെ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുക, ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല എനിക്ക്. എന്തോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് മാത്രം ഇങ്ങനെ നിൽക്കുന്നു. ഇമാര് 3 പേരും കൊല്ലത്ത് വന്നിട്ട് ഇമാര് 3 പേരെ ഇമാരെന്നെയും കൊണ്ടുപോയി ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എല്ലാത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റി. ഭയങ്കരമായിട്ടൊന്ന് ഇതായി. ആൾക്കാരത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇമാര് കൊണ്ട് എന്നെ അങ്ങ് മാറ്റി, മൊത്തത്തിൽ എന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത്. എൻ്റെ ലൈഫ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എല്ലാത്തിൻ്റെ ഒരു തുടക്കം ഇങ്ങനെ ഇട്ട് തന്നു ഇമാര്. അത് കഴിഞ്ഞിട്ട് രാവാണോ പാട്ട് പാടിയില്ല. അപ്പം അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ആളെ എനിക്കിപ്പോൾ മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി മൊത്തം നോക്കിയത് ഇപ്പം എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാട്ടാ ടൈമിൽ എന്തായാലും ഞാൻ പറഞ്ഞിരിക്കും. ആണ് ഇത്തരം ഒരു ലൈഫിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത്. അമ്മരെൻ്റെ ഒരു കൈ പിടിച്ച് ഇങ്ങനെ പൊക്കി ഞാൻ തന്ന്, ബാക്കി അവരായിരുന്നു. അങ്ങനെ ബാക്കി പറയാം. അങ്ങനെ എന്താ ഇപ്പം എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകും. പിന്നെ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെ കോട്ടയത്തുണ്ടായ എൻ്റെ ഒരു പാസ്റ്റ് ആ സമയത്ത് അങ്ങനെ ആയിപ്പോ. എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ചാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് എൻ്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല, ഒന്നിനും ഇല്ല. മനസ്സിലായ? അതുകൊണ്ട് എനിക്കൊരു എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോ ആ സമയത്ത്. ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റായി ഞാൻ മനസ്സിലാക്കി. ഞാനത് മാറ്റിയെടുത്ത് എൻ്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നതല്ല. ഇപ്പം ഇങ്ങനെ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇങ്ങനെ സംസാരിച്ച് നോക്ക്, നിന്റെ കഥകൾ മൊത്തം പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ ഓരോന്ന്. അങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഓക്കെ ആയി ഇങ്ങനെ പോകുന്നു. എന്താവും അങ്ങോട്ട്, എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒന്നും അറിയില്ല. ഇതൊക്കെ എന്താ ഒരു ചോദ്യം എന്തായാലും വരും. ഇതൊക്കെ നിനക്ക് എപ്പോഴാണോ പറയാണ്ടെങ്കിൽ ബ്രോ ഞാൻ എന്താ പറയാം, എനിക്ക് സംസാരിക്കാൻ ഞാനൊരു റൂമിൽ മാത്രം ഇങ്ങനെ എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. എന്തോ ഇപ്പൊ പറയാനൊക്കെ തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ. എൻ്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിലവർക്ക് എന്നോട് എന്താണ് ഒരു ഇഷ്ടമൊക്കെ കുറയാൻ പോവാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ.
എന്താവും അറിയത്തില്ല ഞാൻ അങ്ങോട്ട്. എന്തായാലും നോക്കാം. ഞാൻ ഇപ്പം ഓക്കെയാണ്, ഒരു കാര്യമില്ല. ഞാൻ കൊല്ലത്ത് ഹാപ്പി ആയിട്ട് ഇപ്പം പോവുക. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പം നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പം മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ പറഞ്ഞില്ല. ഇനി ഓർമ്മ വരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാ, ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ ഇറങ്ങിയിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ അമ്മയെ പോലും എനിക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. അവരും എല്ലാരും ഇപ്പൊ എന്നെ അങ്ങനെ ഒരു ചെറുക്കൻ അങ്ങനത്തെ രീതി കാണണമെന്ന് അതൊക്കെ ഒരു ഫീലാവുന്നു ഭയങ്കരമായിട്ട്. ഇതൊക്കെ കൊണ്ട് പറയാന്ന് വിചാരിച്ച്. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി. എന്താണേലും നോക്കാം. ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ, ഇത്രയൊക്കെ അനുഭവിച്ചില്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചില്ല. ഇനി എന്നെ കൊണ്ട് പറ്റും. ഞാൻ ഒറ്റയ്ക്ക് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഇതാക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കിയെടുക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാത്ത ഈ ഒരു അറിയത്തില്ല. അപ്പം താങ്ക് യു ഗൈസ്. അപ്പം കാണാം നമുക്ക് വീണ്ടും.